ഒരു പ്രമുഖ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയുമായുള്ള ബന്ധം എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും ശക്തമായി തുടരുന്നു? മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യ നമ്മുടെ പ്രധാനമന്ത്രിയെ സുഹൃത്താക്കാൻ കണ്ട ഗുണങ്ങൾ, കഴിവുകൾ എന്തൊക്കെയാണ്? അതെന്തൊക്കെയായാലും നമ്മുടെ ബ്രഹ്മോസ് അടക്കം മിസൈലുകളുടെ കാവലിൽ ഇനി ഇന്തോനേഷ്യൻ ജനതയ്ക്ക് സമാധാനമായി തന്നെ ഉറങ്ങാം. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. സമാധാനപരമായ ആണവ ഉപയോഗത്തിനായി ഓസ്ട്രേലിയ ഇന്ത്യക്ക് യുറേനിയം നൽകുകയാണ്. ഇന്തോനേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസിൻ്റെ സാന്നിധ്യത്തിൽ മെൽബണിൽ വച്ച് ഇതിനായി ഒരു ദീർഘകാല കരാറിനാണ് ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തമിഴ്നാട്ടിൽ നിന്നും പണ്ട് കൊണ്ടുപോയ 11ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ പുരാവസ്തുക്കൾ ഓസ്ട്രേലിയ ഇന്ത്യക്ക് തിരികെ നൽകും. 2015 ആണവ സഹകരണ കരാർ വ്യവസ്ഥ പ്രകാരം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് യുറേനിയം കൈമാറാനാകൂ. കസാഖിസ്ഥാൻ, ഫ്രാൻസ്, റഷ്യ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് നിലവിൽ ഇന്ത്യ യുറേനിയം ഇറക്കുമതി ചെയ്യുന്നത്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡിലും ആന്ധ്രയിലും യുറേനിയം ഖനനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ കുറവാണ്. ലോകത്തെ തന്നെ യുറേനിയം ശേഖരത്തിൻ്റെ 28 മുതൽ 30% ഓസ്ട്രേലിയയിലാണ്. എന്നാൽ ആണവ നിലയങ്ങളോ ആണവായുധങ്ങളോ ഇല്ലാത്തതിനാൽ ഓസ്ട്രേലിയ അത് മൊത്തം കയറ്റുമതി ചെയ്ത് പണമുണ്ടാക്കുന്നു. 1998 ഇന്ത്യ 2ാം ആണവ പരീക്ഷ നടത്തിയപ്പോൾ യുറേനിയം ഇന്ത്യക്ക് നൽകരുതെന്ന് ആഹ്വാനം ചെയ്ത രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ എന്ന് ഓർക്കണം. പക്ഷേ 2015 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ അധികാരമേറ്റെടുത്ത് 1 വർഷമായപ്പോൾ ഓസ്ട്രേലിയ തങ്ങളുടെ നിലപാട് മാറ്റി ഇന്ത്യയുമായുള്ള ആണവ സഹകരണം വാഗ്ദാനം ചെയ്തു. രാജ്യത്തെ ആണവ നിലയങ്ങളിലെ വൈദ്യുതി ഉൽപ്പാദനം 8.78 ജിഗാവാട്ടിൽ നിന്നും 2047 100 ജിഗാവാട്ടായി ഉയർത്താനുള്ള പദ്ധതിക്കാണ് ഇത് കരുത്ത് നൽകുക. നിലവിൽ ആണവോർജ്ജത്തിൽ നിന്നുള്ള ഇന്ത്യക്കുള്ള വൈദ്യുതി ലഭ്യത 3% മാത്രമാണ്. കൽക്കരി, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയിലെ ഇന്ത്യ ഓസ്ട്രേലിയ വാണിജ്യ പങ്കാളിത്തം തുടരും. അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെട്ട ക്വാഡ് കൂട്ടായ്മയ്ക്ക് പുറമെ ഇൻഡോ പസഫിക് സുരക്ഷയിലും സഹകരണമുണ്ടാകും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ ഇന്നൊവേഷൻ ഇടനാഴിയിലൂടെ പ്രതിരോധ സ്റ്റാർട്ടപ്പുകളെ ബന്ധിപ്പിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സായുധ സേനകൾ തമ്മിൽ സഹകരണം, പരിശീലനം, സൈബർ, ഉന്നത സാങ്കേതിക ഇടപാടുകൾ സാധ്യമാക്കും. വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഗുരുഗ്രാമിൽ ഉടൻ ആരംഭിക്കും. ഇനി ഇന്തോനേഷ്യയിലേക്ക് പോകാം. ഇന്തോനേഷ്യയ്ക്ക് ആസ്ട്ര മിസൈലുകളും കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും ഇന്ത്യ കൈമാറാനും തീരുമാനമായി. IIM, IIT ക്യാമ്പസുകൾ ഇന്തോനേഷ്യയിൽ തുറക്കും. ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരമായ സ്റ്റാർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ ആണ് പ്രസിഡന്റ് സുബിയാന്തോ മോദിക്ക് സമ്മാനിച്ചത്. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തി തന്നെയാണ് തൻ്റെ സുഹൃത്ത് മോദിയെ സ്വീകരിച്ചത്. അവശ്യധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ഇന്തോനേഷ്യയിൽ മതിയായ നിക്ഷേപം നടത്താനും തീരുമാനമായി. ബ്രഹ്മോസ് മിസൈലുകൾ നിലവിൽ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും ആസ്ട്ര മിസൈലുകളും നൽകാൻ ഇന്ത്യ അംഗീകാരം നൽകിയത്. IIM ബംഗളൂരു ഭാഗം ഇന്തോനേഷ്യയിൽ ഒരു ക്യാമ്പസ് തുറക്കുക. സമുദ്ര സുരക്ഷയ്ക്ക് 2 രാജ്യങ്ങളുടെയും തീരസംരക്ഷണ സേനകൾ സഹകരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായ ഇന്തോനേഷ്യയുമായുള്ള ചർച്ചയിൽ പലസ്തീൻ വിഷയവും ഉയർന്നു വന്നു. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കണം എന്നാണ് നയമെന്ന് പ്രധാനമന്ത്രി ചർച്ചയിൽ സുബിയാന്തോയോട് വ്യക്തമാക്കി. ഇന്തോനേഷ്യയിലെ പുരാതന ഹിന്ദു ക്ഷേത്രമായ പ്രഭാനൻ ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചതും.